എൻ്റെ വിരലിടുകയും അവൻ്റെ പിതാവിൽ എൻ്റെ കൈവയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമായും അവരോടുകൂടെ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. ഈശോ വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമായോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ വിലാവിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസി ആയിരിക്കുക. തോമ പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഈശോ അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. നമ്മുടെ കണ്ണൂരിലെ മനസ്സങ്ങാരിയിലെ ബഹുമാനപ്പെട്ട സ്നേഹ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ശാന്തിയിലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, യുവജന സുഹൃത്തുക്കളെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും മർത്തോമാസ്ലിഹായുടെ ദുഃഖാന പെരുന്നാളിൻ്റെ മംഗളങ്ങൾ വളരെ സ്നേഹത്തോടും ആത്മാർത്ഥതയോടും പ്രാർത്ഥനയോടും കൂടി ഞാൻ നേരുകയാണ്. ബഹുമാനപ്പെട്ട വിശുദ്ധ കുർബാനയുടെ ആരംഭത്തിൽ വളരെ സവിശേഷവും സംക്ഷിപ്തവുമായി ഈ തിരുനാളിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രസക്തിയെക്കുറിച്ചും പറഞ്ഞ് പൂർവികരെ ഓർക്കുന്നത് അനുസ്മരിച്ച് ഇന്ന് ഒരു കുടുംബമായി നീങ്ങും ശാന്തിഗിരിയിലെ ദൈവത്തിന് നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് വേണ്ട പ്രാർത്ഥനയെ കുറിച്ച് സൂചനകൾ തന്നു. അതിന് വളരെ ആത്മാർത്ഥമായ വാക്കുകളിൽ നിങ്ങളുടെയൊക്കെ ഹൃദയങ്ങളിൽ നിന്നൊക്കെയുള്ള സ്നേഹം കൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു. എന്നെ ഈ ഇടവക സമൂഹത്തിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്തതിന് എനിക്ക് അതിയായ സന്തോഷം, നന്ദിയുണ്ട്. എൻ്റെ ഉള്ളിലുള്ള സന്തോഷം എത്രമാത്രമാണെന്ന് എനിക്ക് വാക്കുകളിലൂടെ പറഞ്ഞറിയിക്കാൻ സാധിക്കുമെന്ന് അറിയില്ല. അത്രമാത്രം ആനന്ദവും സന്തോഷവുമുണ്ട്. ശാന്തിഗിരിയിൽ വന്ന് ഈ നാളിൽ നിങ്ങളുടെ പ്രാർത്ഥന യാചിക്കാനും നിങ്ങളോട് പ്രാർത്ഥിക്കാനും ഈ വിശുദ്ധ കുർബാന അർപ്പിക്കാനും ദൈവത്തിന് അവസരത്തെ ഓർക്കും. ഞാൻ ശാന്തിഗിരി പോയിട്ട് 25 വർഷമായി. 1992 ഞാനിവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ഞാൻ പോയത് ജൂബിലി വർഷമാണല്ലോ. ഇതിനോടിടയ്ക്ക് എനിക്ക് തോന്നുന്നു ഞാനിങ്ങനെ ഒരു പെരുന്നാളൊന്നും അറിയില്ല, ഞാനിങ്ങനെ ഒരു സഞ്ചാരി ആയിരുന്നല്ലോ. പല സ്ഥലങ്ങളിലായിരുന്നു, പല കാര്യങ്ങളും ഇവിടെ ഉണ്ടാകുമ്പോൾ വരാൻ സാധിച്ചില്ല. എങ്കിലും എനിക്ക് ഇതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു പൊതുവായിട്ട് കുർബാന സാധിക്കുന്നത്. പക്ഷേ എൻ്റെ മനസ്സിൽ എന്നുമുള്ളൊരിടവയും പ്രാർത്ഥനയും ദൈവജനവും ഏതൊക്കെ വാർഷികാനത്തിന് പോയാലും ശാന്തിയിൽ ഒരറ്റം മുതൽ വീടുകളിരിക്കാൻ പോകുന്ന ഓരോരോ കുടുംബത്തെ കയറിയിടങ്ങളിൽ ആ ഒരു ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അറ്റ്ലീസ്റ്റ് ചുരുങ്ങിയത് വർഷത്തൊരിക്കലെങ്കിലും. അത്രമാത്രം ശാന്തിഗിരിയിലെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കുടുംബങ്ങളും എൻ്റെ ഹൃദയത്തിൽ നിന്ന് പറിച്ചു നഗരാറ്റാത്ത അത്രമാത്രം ഒട്ടിച്ചേർന്നിട്ട് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ദിനേശിനോട് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ സമ്മതിച്ചു. ഞങ്ങളുടെ സ്വന്തം വിചാരിച്ചു, നമ്മുടെ പഴയ വിചാരിച്ചു അഞ്ച് കുർബാനകൾ ഇപ്പം സമയം ഞാൻ എന്നും അവിടേക്കാണ് കടന്നു പോകുന്നത്. അപ്പോൾ നമുക്ക് തുലത്തേടി ചെല്ലിയാലോ? അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ശാന്തിഗിരിയിൽ ഒരു വിളി വന്നിട്ടുണ്ട്, ഞാൻ അതിന് പൊക്കോട്ടെ പറഞ്ഞായിട്ടോ. എന്നാൽ ശാന്തിഗിരിക്ക് അതിന് പൊക്കോ, ഓഗസ്റ്റ് 15 അവിടെ ചെല്ലണം. അങ്ങനെ ഒരു കരാറിലാണ് ഞാൻ കുർബാനയിൽ വന്നത്. ഞാൻ സ്നേഹത്തോടും നന്ദിയോടും ഓർക്കുന്നു. അച്ഛനെ പോലെ 25 വർഷം മുമ്പ് പട്ടക്കുട്ടിയോടെ ശാന്തിയിൽ വന്ന കാര്യമാണ് ഞാൻ ഓർക്കുന്നത്. പക്ഷെ അച്ഛൻ പ്രോഗ്രാമൊക്കെ പോയി പഠനം ഒരുപാട് നടത്തിയിട്ടാണ് ഇങ്ങനെ വന്നത്. ഞാൻ ഇവിടെ 4 വർഷം കഴിഞ്ഞിട്ടാണ് പ്രോഗ്രാമിലേക്ക് പോകുന്നത്. അത്ര വ്യത്യാസമുണ്ട്, അത്ര വലിയ അന്തരവുമുണ്ട്.
അച്ഛൻ വളരെ സ്നേഹപൂർവ്വം ആത്മാർത്ഥത്തോടു കൂടി ഈ ഇടവകയെ നയിക്കുന്നതിനെ ഓർത്ത് വളരെ അനുസ്മരിക്കുന്നു. അച്ഛൻ അനുമോദിക്കുന്നു. അച്ഛൻ നേരിട്ട് വ്യക്തിയോട് അറിയില്ല, ചില പ്രാവശ്യം അതിനെ കണ്ടിട്ടുള്ളൂ. അച്ഛൻ്റെ കുടുംബം ചെന്നലോട് പ്രത്യേകിച്ച് കേസുകളുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം പേരെ എനിക്കറിയാവുന്ന കാര്യപ്പെടുന്നു. വളരെ പാരമ്പര്യവും പരിശുദ്ധിയും സമൃദ്ധി ബുദ്ധിയുമുള്ള ഒരു കുടുംബ പശ്ചാത്തലത്തിലാണ് അച്ഛൻ വരുന്നത്. അച്ഛനെ ഈ ഇടവകയിൽ വന്നിട്ടേ ഉള്ളൂ. നമ്മളോടൊപ്പം ഏറ്റവും അനുഗ്രഹദായകമായ ഒരവസരമാകട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട ബെനഡിക്ട് കണ്ണൂർ രൂപതയിലെ മനുഷ്യന്മാരുടെ പ്രശ്നമാണ്. അത്രയും കേട്ടാൽ തന്നെ നമുക്കറിയാം ആളാരാണ്. മനുഷ്യന്മാരിലെ ഭാവി വൈദികരെ വാർത്തെടുക്കാൻ ഒരച്ഛനെ ഒരു പിതാവ് നിശ്ചയിക്കാൻ പറഞ്ഞാൽ അരൂരിലെ ഏറ്റവും നല്ല അച്ഛനായിരിക്കാം. അതുകൊണ്ട് തന്നെ അച്ഛൻ കോട്ടപ്പുറം രൂപതക്കാരനാണെന്ന് പറഞ്ഞു. കോട്ടപ്പുറം രൂപതയിൽ നിന്ന് കണ്ണൂരേക്ക് പറിച്ച് കാണപ്പെട്ടു. പക്ഷെ മാർത്തോമാശ്രയുടെ തിരുനാളില് അച്ഛൻ നമ്മളോട് കൂടി ആയിരിക്കുന്നത് വലിയ അനുഗ്രഹമാണ്. വിശ്വാസ പാരമ്പര്യത്തിലെത്തി ആരാധനാക്രമത്തിൽ ആണ് അച്ഛനെ വിശ്വാസ പരിശീലനത്തിൽ ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ എത്ര മനോഹരമായിട്ട് സുറിയാനി ഭഗവാൻ പറഞ്ഞു, ഞാനാണെങ്കിൽ പാട്ടങ്ങൾ പാടണം, ഇന്നും കണ്ണികളോട് വിലാപത്തോടും കൂടി ബലിയായിട്ട് അർപ്പിക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് വരുമ്പോഴാണ് മാലാഖയുടെ അച്ഛൻ അടുത്ത് നിന്ന് നല്ല മനോഹരമായി പാട്ട് പാടാൻ സഹായിക്കാൻ വരുന്നത്. കോട്ടപ്പുറം തോമാസ് ശ്ലീഹായുടെ പാദസ്പർശനത്താൽ ധന്യമായ ഒരു സ്ഥലമാണ്. തോമാസ് ശ്ലീഹ ജീവിച്ച സ്ഥലം. അവിടെ നിന്ന് അച്ഛൻ ഈ വിശുദ്ധ കുർബാനയിൽ ഒരുമിച്ച് ചേരുന്നു. അച്ഛനോടവരെയും ഒത്തിരി നന്ദിയോടുകൂടിയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അഭ്യർത്ഥിക്കുന്നത്. ഈ വിശുദ്ധ കുർബാന എനിക്ക് യാതൊരു യോഗവുമില്ല. ശാന്തിയിലെ ഓരോ വ്യക്തിക്കും വേണ്ടി, ഓരോ കുടുംബത്തിനും വേണ്ടി, ഇവിടെ ഭൂമിയിലായിരിക്കുന്നവരും സ്വർഗത്തിലായിരിക്കുന്നവരുമായിരിക്കുന്ന പരേതരെ സർവരെയും ഇവിടെ വരുന്ന വഴിക്ക് ഒരു ശാന്തിഗിരിയിൽ 1989 മെയ് 14 വന്ന നിമിഷം മുതലുള്ള കുറേ കാര്യങ്ങൾ എൻ്റെ മനസ്സിലോട് കടന്നു. ഇപ്പോഴും ഞാൻ ഓർക്കുന്ന ഓരോ അനുഭവങ്ങൾ, ഓരോ കാര്യങ്ങൾ. ഒരു കാര്യം എൻ്റെ മനസ്സിൽ അതിനുണ്ടാകുന്ന എൻ്റെ അടിസ്ഥാനപരമായ വികാരം നന്ദിയുടെ വികാരമാണ്. നന്ദിയുടെ വികാരം എത്രമാത്രം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ കുടുംബങ്ങൾക്കും ശാന്തികരിയാകുന്ന എൻ്റെ കുടുംബത്തിലും നന്ദി അർപ്പിച്ചാൽ ആകാനാകാത്ത വിധം നന്മയാണ് എൻ്റെ പൗരോഹിത്യ ജീവിതത്തിലേക്ക്, ഇടയ ശുശ്രൂഷയിലേക്ക്, വ്യക്തി ജീവിതത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരും ചെറിയപ്പെടും. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും മുഖത്ത് നോക്കുമ്പോൾ അതിലൊരു വിവാഹം കാര്യമില്ല. എത്ര മാത്രം എനിക്ക് നേരിട്ട് എവിടത്തെയാണെന്ന് കുറച്ച് സമയം എടുക്കുമായിരിക്കും വാക്യങ്ങൾ കൃത്യമായിട്ട് അറിയാതെ. ഓരോരുത്തരും 3 വർഷവും നിങ്ങൾ ദൈവത്തിന്റെ വേണ്ടി പ്രാർത്ഥിച്ച് ഞാൻ ഓർക്കുന്നു. ഞാൻ ഈ ജനേഷിനെ പോലെ ഒരു കൊച്ചനായിട്ടുള്ള വന്നാണ്. എട്ടുപൊട്ടു തിരിയാത്ത ഒരു കൊച്ചൻ ചാൻസിന് ശേഷം ശാന്തിയിലേക്ക് വരികയാണ്. അപ്പൊ എന്നെ ഒരു അച്ഛനാക്കിയ വാസ്തവത്തിൽ പറഞ്ഞ ശാന്തിക്കാരാണ്. ഞാൻ 28 വർഷം പൂർത്തിയാകുന്ന പട്ടങ്ങൾ 20ാമത്തെ വർഷത്തിലാണ്. 29 വർഷവും ഒരു ഈശോയുടെ പ്രതിപക്ഷനായ നരടനായി എങ്ങനെ ജീവിക്കണം എന്നുള്ളതിന് ബാലപാഠങ്ങൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഇടവകയോട് തപ്പിനും അമ്മയും കുടുംബാംഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഇടവകയിൽ നിന്നാണ് ഇടവകയിലെ ഒരു വർഷത്തെ പരിശീലനത്തിന് ശേഷം ഞാൻ പ്രായോഗികമായിട്ട് ഒരു വൈദികനെടുത്ത ജീവിതം പഠിച്ചത്. അപ്പോൾ അതിനെ പഠിപ്പിച്ചത് എനിക്ക് അട്ടാരത്തിൽ നിന്ന് യാതൊരുവിധ മടിയും നാണവും ഒരു സംശയമില്ലാതെ പറയാൻ സാധിക്കും നിങ്ങളാണ്, ഈ വീട്ടുകാരാണ്. അപ്പോ ഇന്നത്തെ 2ാമത്തെ വായന നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നത് വിചാരിക്കുകയാണ്. 2ാമത്തെ വായന എനിക്ക് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇത്രയും മനോഹരമായി നമ്മളെ കുറിച്ച് യേശുവിന്റെ അനുയായികളായി തിരുസഭയിൽ ഒരു കുടുംബമായി ജീവിക്കുന്നവരെ കുറിച്ച് ഇതിൽ മനോഹരമായ ഒരു പ്രവചനം ഒരു മനുഷ്യനും ഒരു ദൈവശാസ്ത്രജ്ഞനും പൗലോസപ്പസ്തോലിനേക്കാൾ മനോഹരമായിട്ട് പറഞ്ഞു വെച്ചില്ല. ആരാ ഞാൻ പറയും എവിടെയാ റേഡിയോ മാറ്റി ധാരാളം കാര്യങ്ങൾ. ആരാ ഞാൻ എന്ന് ചോദിച്ചാൽ ശാന്തികരിക്കാൻ എന്ന് പറയും, അല്ലെങ്കിൽ ഞാൻ വീട്ടുപേര് പറയും, എന്റെ പേര് പറയും, അല്ലെങ്കിൽ എന്റെ അപ്പന്റെ പേര് പറയും. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പറയാവുന്ന ഒരു
സ്വത്വം, ഒരു ഐഡന്റിറ്റി, ഒരു പേര് അത് അപ്പസ്തലനിൽ നിന്ന് വളരെ മനോഹരമായി പറഞ്ഞു. ആരാ ഞാൻ? ഏത് വീട്ടിലെ അംഗമാണ്? എന്റെ വീട്ടുപേര് എന്താണ്? സ്നേഹമുള്ളവരെ, അപ്പസ്തലൻ പറഞ്ഞത് ദൈവത്തിന്റെ കുടുംബാംഗങ്ങളാണ് നാം ഓരോരുത്തരും. എനിക്ക് ആരംഭമാരും ഒരു ചേട്ടനും 8 മക്കളും ഞങ്ങളുടെ കുടുംബത്തിൽ അപ്പനും അമ്മയ്ക്കും. അതുപോലെ തന്നെ ദൈവപിതാവിന്റെ കുടുംബത്തിൽപ്പെട്ട സഹോദരി സഹോദരങ്ങളാണ് നാം ഓരോരുത്തരും എന്ന് യേശുമിശിഹായുടെ തിരുരക്തത്താൽ മുദ്രിതമാക്കി ഒന്നാക്കപ്പെട്ട ഒരു കുടുംബാംഗങ്ങളാണ് നാം എന്ന വലിയ സുവിശേഷ സന്ദേശം ഇന്നത്തെ തിരുവചനത്തിലൂടെ തമ്പുരാൻ നമ്മുടെ ഹൃദയത്തിലേക്ക് പതിപ്പിക്കുകയാണ്. ഇതിനേക്കാൾ മനോഹരമായിട്ട് ഒരു നാമം നമുക്ക് ലഭിക്കാനുണ്ടോ? കിട്ടുമോ? തീർച്ചയായിട്ടും ഇല്ല. ദൈവത്തിന്റെ മക്കളായ ഓരോരുത്തരും എന്നോടും നിങ്ങളോടും ദൈവം പറയുന്നു, നീ എന്റെ പ്രിയപുത്രി, നീ എന്റെ പ്രിയപുത്രൻ, നിന്നെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. 16 പാപ്പ പറഞ്ഞത് സഭ ലോകത്തിൽ ദൈവത്തിന്റെ കുടുംബം. അപ്പസ്തോലന്റെ തിരുവചനത്തിൽ നിന്ന് പ്രചോദനം സ്വീകരിച്ചാണ് പരിശുദ്ധ പാപ്പ അത് പറഞ്ഞത്. സ്നേഹമുള്ളവരെ, ഇവിടെയാണ് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും അർത്ഥവും മൂല്യവും കാണുന്നത്. നമ്മൾ വിശുദ്ധരുടെ സഹപൗരന്മാരാണ്. നമ്മുടെ ഭാരതീയരാണ്, കേരളീയരാണ്. ഭാരതം കേട്ടാൽ അഭിമാനുഭൂതിമാറുന്നോട് കേരളത്തിൽ നമുക്ക് ഞരമ്പുകളിൽ തുടിക്കും ചോര തീർച്ചയായിട്ടും പറയും. പക്ഷെ അതിനൊക്കെ ഉപരിയായിട്ട് അടിസ്ഥാനപരമായിട്ട് നാം സ്വർഗത്തിൽ നിന്ന് വന്നവരാണ്, സ്വർഗപിതാവിന്റെ ഭാഗത്ത് നിന്നവരാണ്, വിശുദ്ധരാണ്. നമ്മുടെ സഹപൗരന്മാരും ദൈവത്തിൽ കുടുംബാംഗങ്ങളാണ് നാം. അത് നമുക്ക് പറഞ്ഞത് പഠിപ്പിച്ചു മാർത്തോമാ സ്ലീഹായാണ്. മാർത്തോമാ സ്ലീഹ പക്ഷേ പൂർവദേശത്ത് നിന്ന് യാതൊരു യാത്രാസൗകര്യമില്ലാത്ത കാലത്ത് ഇവിടെ വന്നത് നമ്മൾ പഠിപ്പിച്ച ഒരേ ഒരു കാര്യം, നമ്മളെല്ലാവരും ഒരു കുടുംബത്തിൽപ്പെട്ടവരാണ്, നമ്മളൊക്കെ ദൈവത്തിന്റെ മക്കളാണ്. നമുക്കൊരു തറവാടേ ഉള്ളൂ, ഒരു അഡ്രസ്സേ ഉള്ളൂ. ആ അഡ്രസ്സ് ഇതാണ് പഠിപ്പിച്ചു. എന്നിട്ട് ആ അഡ്രസ്സ് എന്ന് നിലനിർത്താനായിട്ടുള്ള സംവിധാനം 7 പള്ളികളാണ് മാർത്തോമാ സ്ലീഹ സ്ഥാപിച്ചത്. പള്ളി സ്ഥാപിച്ചത് എന്താണ്? ഇടവയെ കുറിച്ച് തമാശ പറയാറുണ്ടല്ലോ, ഇടവക എന്നാണ്. വക എന്ന് പറഞ്ഞ് പിരിക്കാനുള്ള സ്ഥലം, അതുമാണ് പള്ളിയെ കുറിച്ച്. അല്ലെങ്കിൽ തിരിച്ചു വായിച്ചാൽ വക ഉണ്ടാക്കാനുള്ള ഇടം, പൈസ ഉണ്ടാക്കാനുള്ള പദ്ധതി എന്നൊക്കെ ഒരുപാട് ശത്രുക്കൾ പറയും. പക്ഷേ ഇടയന്റെ വകയായ പള്ളി ദൈവത്തിന്റെ ആലയം എന്നാണ് പറയുന്നത്. ദൈവത്തിന്റെ ആലയം, ദൈവത്തിന്റെ വീട്. അപ്പൊ ദൈവത്തിന്റെ കുടുംബാംഗങ്ങള് എവിടെയാണ്? ഇടവകയിലാണ്, ദേവാലയത്തിലാണ്, പള്ളിയിലാണ് ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും ബന്ധം പുലർത്തുന്നത്. അതുകൊണ്ട് തന്നെ തോമാ സ്ലീഹ അടിസ്ഥാനപരമായിട്ട് ദൈവത്തിന്റെ മകനും മകളും കുടുംബാംഗങ്ങളും വിശുദ്ധ സഹോദരനും എന്ന പാഠമാണ് നമ്മെ പഠിപ്പിച്ചത്. പണി സ്ഥാപിച്ചുകൊണ്ട് നമ്മൾ ഈ വീട്ടിൽ കുടുംബാംഗങ്ങളെ പോലെ, സഹോദരി സഹോദരങ്ങളെ പോലെ, ഒരേ ചോരയിൽപ്പെട്ടവരെ പോലെ ജീവിക്കുവാനുള്ള ഒരു സംവിധാനമാണ് ഒരുക്കിയത്. ദീദിമോസ് എന്നൊരു പേരാണ് സുവിശേഷം കേട്ടത്. ദീദിമോസ് നമുക്കറിയാം. ദീദിമോസ് പറഞ്ഞ ഇരട്ട എന്നാണ്. ഇരട്ട നമുക്ക് നല്ല 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 അറിയാവുന്ന പദമാണ്. ഇരട്ടത്താപ്പ് അല്ലെ? ചിലരെ കുറിച്ച് കാണുക ഇരട്ടത്താപ്പ് പറയും. പിന്നെ പറയും ഇരട്ട മുഖം, അവന് പുറത്തൊരു മുഖം അകത്തൊരു മുഖം എന്ന് പറയും. പിന്നെ പറയുന്നത് ഇരട്ട പെറ്റ മക്കളെ പോലെ. വാസ്തവത്തിൽ ആ ഇരട്ടയാണ് ഇന്നത്തെ ദീദിമോസിന്റെ പദത്തിന്റെ അർത്ഥം. ആത്മീയമായ അർത്ഥം എന്ന് പറയുന്നത് പണ്ഡിതന്മാരുടെയും പുരോഹിതന്മാരുടെയും ഒക്കെ പഠനത്തിൽ നിന്ന് പറയുന്നത് ആരുടെ ഇരട്ടയാണ് ഈ തോമാ ഈശോ വിളിച്ച് തോമാ, അവന്റെ ഇരട്ട പെണ്ണ് അല്ലെ ചെറുക്കൻ എന്ന് പറയുമല്ലോ. തോമാ സ്ലീഹ ആരുടെ ഇരട്ടയാണ്? സ്നേഹമുള്ളവരെ, പാരമ്പര്യം പറയുന്നത് ഇരട്ടപ്പെട്ട മക്കൾ നമുക്കറിയാം, നമുക്ക് തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ട്. ഒരേപോലെ ഇരിക്കും. തോമാ സ്ലീഹ ആരെ പോലെ ഇരിക്കുന്നത്? 12 വയസ്സുള്ള തോമാ സ്ലീഹ 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 12 വയസ്സുള്ള തോ
തോമാശ്ലീഹ യേശു ക്രിസ്തുവിനെ പോലെയാണ് ഇരിക്കുന്നത് എന്നാണ്. യേശുവിൻ്റെ അതേ മുഖം, അതേ ഭാവം, അതേ സ്വഭാവം, ഇരട്ട പോലെ യേശുവിനോട് സാധാത്യവും സാധർമ്മ്യവുമുള്ള വ്യക്തി. ഇന്നത്തെ ഈ തിരുനാളിൽ തോമാശ്ലീഹ നമ്മോട് പഠിപ്പിക്കുന്നതും നാം ഈശോയുടെ കുടുംബത്തിലെ അംഗങ്ങളാണെങ്കിൽ, വിശുദ്ധ സഹോദരരാണെങ്കിൽ, നമ്മളെ ഇരട്ട പോലെ ഈശോയുടെ മുഖം, ഈശോയുടെ സ്വഭാവം, ഈശോയുടെ ജീവിതം, ഈശോയുടെ സ്നേഹം ഈ ആലയത്തിൽ, ഈ കുടുംബത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുവാൻ കടപ്പെട്ടവരാണ്. കുടുംബത്തിലെ അംഗം ഇവന്റെ പ്രിയപുത്രൻ എന്ന് ദൈവപിതാവ് കൈയൊപ്പിട്ടത് ഈശോയാണ്. ആ ഈശോയുടെ ഇരട്ടപ്പെട്ട മക്കളാണ് നമ്മൾ. തോമാശ്ലീഹയെ പോലെ തന്നെ അങ്ങനെയെങ്കിൽ ഈശോയിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള ജീവിതമോ മറ്റൊരു ജീവിത രീതിയോ നമുക്ക് ഇല്ല. ഈശോ നമ്മെ പഠിപ്പിച്ചത് ഞങ്ങൾ പോരുമ്പോൾ വളർന്നോടും മറ്റും നേതൃത്വമെടുത്ത് ഈഴവയുടെ നാമത്തിൽ ശാന്തികരിയെ മനോഹരമായ ഒരു കപ്പേട ഇതിനുശേഷം നമ്മൾ ആശുപത്രിപ്പെടുവാൻ പോവുകയാണ്. ഞങ്ങൾ പ്രത്യേകിച്ച് അനുഭവിക്കുകയാണ്. ഇവിടെ മനോഹരമായ പള്ളിയിൽ നിന്നാണ് ചുറ്റോട് ചുറ്റും പള്ളിമുറി 98 ശാന്തിഗിരി ഇടവകയിലെ വികാരിച്ചെന്ന് ഇപ്പോഴത്തെ 2016 വ്യാസങ്ങളിൽ വലിയ വ്യത്യാസമുണ്ട്. ഈ പള്ളിക്ക് വ്യത്യാസം നിങ്ങൾക്കൊക്കെ വളരെ വ്യത്യാസമുണ്ട്. ഈ ഭൗതിക വ്യത്യാസവും എല്ലാ തരം വ്യത്യാസവും കാണുന്നു.